വിമാനത്തിൽ വെച്ച് ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ട വനിതയ്ക്ക് രക്ഷകനായത് ഒരു മലയാളി ഡോക്ടറാണ്. ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിക്കാണ് ഡോക്ടർ അനീസ് മുഹമ്മദ് പ്രാഥമിക ചികിത്സ നൽകിയത്. അങ്ങനെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് അവർ ഓൾറെഡി ബീറ്റ ബ്ലോക്കേഴ്സ് ഹാർട്ടിൻ്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, രാവിലെ മരുന്ന് മിസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ മിസ്സായിട്ടുണ്ടായിരിക്കാം. അപ്പോഴാണ് ഞാൻ SVT അല്ലാന്നുണ്ടെങ്കിൽ സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ സസ്പെക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ ഒരു SVT സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്നോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് കൊടുക്കാറാണ് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ. പക്ഷേ എമർജൻസി ഫ്ലൈറ്റിലാവുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് വേറെ ചെയ്യാൻ പറ്റാന്നുള്ളത് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 2-3 പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് മോഡിഫൈഡ് വാൽസർവർ മാനുവർ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കാരറ്റഡ് മസാജ് ഉണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഐ വെന്റ് വിത്ത് കാരറ്റഡ് മസാജ് ഒരു 15 to 20 സെക്കൻഡ്സോളം കൊടുത്ത സമയത്ത് ഗ്രാജുവലി ഷി വാസ് ഗെറ്റിംഗ് ബെറ്റർ. അരുൺ അമർനാഥാണ് നമ്മുടെ കൂടെ ഉള്ളത്. അരുൺ, വിമാനയാത്രയ്ക്കിടെ ഈ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും അവിടെ സഹായത്തിന്റെ കരങ്ങളുമായി എത്തുന്ന കുറേ മനുഷ്യരെയൊക്കെ നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ പ്രധാനം അങ്ങനെ ഒരു വ്യക്തി മുന്നിലേക്ക് എത്തിയപ്പോൾ അതൊരു മലയാളി ഡോക്ടറാണ് എന്നുകൂടിയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? പൂജ, ഒരു ഡോക്ടറുടെ മനസാന്നിധ്യം കൊണ്ട് ഒരു ജീവൻ തന്നെ രക്ഷിക്കാനായ നല്ല കാഴ്ചയാണ് നമ്മൾ വിമാനത്തിനകത്ത് വെച്ച് കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ ഡോക്ടർ അനീസ് മുഹമ്മദ് കോട്ടക്കൽ തിരൂർ സ്വദേശിയാണ്. അങ്ങനെ ഉസ്ബെക്കിസ്ഥാനിൽ ഇന്റേൺഷിപ്പിനായി പോയതായിരുന്നു. അത് കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്കാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ഡൽഹിയിൽ നിന്നുള്ള വിമാനത്തിൽ ഈ സംഭവം നടക്കുന്നത്. അതായത് ഹൃദ്രോഗിയായ ഉസ്ബെക്കിസ്ഥാൻ വനിത ഡൽഹിക്ക് ചികിത്സയിലേക്ക് വരികയായിരുന്നു. അത് വഴിയാണ് ഇവർക്ക് അത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം പ്രകടമാകുന്നത്. അപ്പോൾ ഈ ക്യാബിൻ ക്രൂ എല്ലാം തന്നെ വലിയൊരു ആശങ്കയിലായി ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് നടത്തി. ആരെങ്കിലും ഡോക്ടർമാർ നമ്മുടെ ഈ യാത്രയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനടി തന്നെ അനീസ് മുഹമ്മദ് ഇടപെടൽ നടത്തുകയായിരുന്നു. പ്രാഥമികമായ ചികിത്സ നൽകി അവരെ പരിശോധിച്ചു. ഡൽഹിയിൽ പിന്നീട് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. എന്തായാലും ഭേദപ്പെട്ട ആരോഗ്യനിലയിലാണ് അവരുള്ളത് എന്നാണ് പിന്നീട് അനീസിന് ഉൾപ്പെടെ അറിയാൻ സാധിച്ചത്. എന്തായാലും ആ ഒരു മനോധൈര്യവും അത്തരത്തിലുള്ള അടിയന്തരമായ ഇടപെടലുമാണ്, മറ്റൊന്നും ചിന്തിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അത് അനീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ജീവൻ രക്ഷിക്കാനായത്. അത് അനീസ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്.